പ്രിയപ്പെട്ടവരെ, 2025 ഏപ്രിൽ മാസം 27-ാം തീയതി ബഹുമാനപ്പെട്ട പ്ലാസിഡ് ജെ പൊടിപാറ അച്ഛൻ്റെ സ്വർഗപ്രവേശനത്തിൻ്റെ 40-ാം വാർഷികമാണ്. അദ്ദേഹം 1899 പിറന്ന് 1985 ചരമം പ്രാപിച്ചു. പൊടിപാറ തറവാട് ക്രൈസ്തവ മൂല്യങ്ങളുടെ ഒരു ഖജനാവ് തന്നെയാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കുടമാളൂർ ഇടവകയിൽ അർപ്പൂക്കര വില്ലൂന്നിക്കരയിലെ പുരാതനമായ തറവാടാണ് പൊടിപാറ. അതിന് വൈദിക, അൽമായ, സാംസ്കാരിക, രാഷ്ട്രീയ പ്രാധാന്യമുള്ള തറവാടാണ്. വിദ്യാഭ്യാസവും ഈ ദേശത്തെക്കുറിച്ചുള്ള വലിയ അറിവും അവർക്ക് സമൃദ്ധമായിട്ടുണ്ട്. 13-ാം വയസ്സിൽ അച്ഛന് സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കി CMI സന്യാസ സമൂഹത്തിൽ ചേർന്ന് പഠിച്ചു. അച്ഛൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പേര് പ്ലാസിഡ് എന്നാണ്. പ്ലാച്ചിദൂസ് ഒരു ലത്തീൻ വാക്കാണ്. ആ വാക്കിൻ്റെ അർത്ഥം പ്രശാന്തൻ, സൗമ്യൻ എന്നൊക്കെയാണ്. എല്ലാ അർത്ഥത്തിലും ഈ വാക്ക് നൽകുന്ന അർത്ഥതലങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടന്ന വ്യക്തിയാണ് പ്രിയപ്പെട്ട പ്ലാസിഡ് അച്ഛൻ. അച്ഛൻ 1927 ഡിസംബർ 3 ആണ് തിരുപ്പട്ടം സ്വീകരിച്ചത്. പിന്നീട് ദീർഘമായൊരു കാലഘട്ടം അച്ഛൻ പഠനത്തിനും പരിചിന്തനത്തിനുമായിട്ട് ചെലവഴിച്ചു. 1928 മുതൽ 30 വരെ 3 വർഷം റോമിൽ പഠിച്ച് അതിനിടയിൽ 3 ഡോക്ടർ ബിരുദം നേടിയ ആളാണ് അച്ഛന്. അപൂർവമായൊരു കാര്യമാണ്. അത് അദ്ദേഹത്തിൻ്റെ ബൗദ്ധിക നിലവാരത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മികവ് തന്നെയാണ്. അങ്ങനെ വിദ്യാസമ്പന്നനായ അച്ഛന് തിരിച്ചു വന്ന് 1930 മുതൽ 58 വരെ ചെത്തിപ്പുഴ CMI ആശ്രമത്തിൻ്റെ വൈദിക വിദ്യാർത്ഥികളുടെ പരിശീലനത്തിനും പൊതു അൽമായ പരിശീലനത്തിനുമൊക്കെയായിട്ട് ജീവിതം സമർപ്പിച്ച ധന്യനായ ഒരാളാണ്. അതിനുശേഷം അദ്ദേഹം വീണ്ടും റോമിലേക്ക് തിരിച്ചു പോവുകയും സഭയുടെ സമുന്നതമായ നിരവധി കാര്യങ്ങളിൽ ഇടപെട്ടു. പണ്ഡിതനായ കർദിനാൾ ടിസറൻ്റ് കേരളം സന്ദർശിച്ചപ്പോൾ ടിസറൻ്റ് തിരുമേനിയുടെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചത് പ്ലാസിഡ് അച്ഛനാണ്. കമ്മീഷനുകളിലും 2-ാം വത്തിക്കാൻ സുനകദോസിൻ്റെ പെരിത്തൂസ് എന്ന നിലയിൽ വിവിധ കമ്മീഷനുകളിൽ അച്ഛൻ്റെ പാണ്ഡിത്യം സഭ പ്രയോജനപ്പെടുത്തി. 1980 അച്ഛൻ തിരിച്ച് നാട്ടിലെത്തി വീണ്ടും ചെത്തിപ്പുഴയിൽ വിശ്രമിക്കുകയും അത്യാവശ്യമായിട്ടുള്ള സുറിയാനി പ്രബോധനങ്ങളൊക്കെ എല്ലാവർക്കും നൽകിക്കൊണ്ട് ഇരിക്കുകയുമായിരുന്നു. അങ്ങനെ വളരെ പ്രൗഢോജ്വലമായ ഒരു ജീവിതം നയിച്ച് ഈ സഭയുടെ മഹിമ വളർത്തിയ ഏറ്റവും കുലീനനായ ഒരു സമർപ്പിതനായിരുന്നു പ്ലാസിഡ് അച്ഛന്. വിദ്യയും വിവേകവും വിനയവും വിശുദ്ധിയും ഒന്നിച്ച് ചേർന്ന ഒരു വ്യക്തിത്വം, നല്ല അടുക്കും ചിട്ടയുമുള്ള ആളാണ്. അച്ഛന് ദൈവശാസ്ത്രപരമായ ആഭിമുഖ്യങ്ങൾ, ദൈവാരാധന മേഖലയിലുള്ള മികവ്, സഭയുടെ കാനൻ നിയമത്തിലുള്ള അഗാധമായ പാണ്ഡിത്യം, അതെല്ലാം ഈ സഭയെ, ഭാരതത്തിലെ സുറിയാനി സഭയെ സെൻറ് തോമസ് ക്രിസ്ത്യൻസ് എന്ന് അറിയപ്പെടാനായിരുന്നു പ്ലാസിഡ് അച്ഛൻ കൂടുതൽ
ആഗ്രഹിച്ചത്. അങ്ങനെ അതിൻ്റെ ഒരു നല്ല കണ്ടെത്തൽ, അതിൻ്റെ തനിമ, അതിൻ്റെ ഉറവിടങ്ങൾ, അതിൻ്റെ നവീകരണം ഒക്കെ ഏത് തലത്തിലാകണം എന്നൊക്കെ വളരെ ആഴത്തിൽ പഠിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ലാസറസിനെ കുറിച്ചുള്ള ഓർമ്മകളും കൂടുതലായ പഠനങ്ങളും നമുക്ക് ആവശ്യമായിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഒരു ശ്ലൈഹിക സഭ അതിൻ്റെ ആദ്യകാല ചരിത്രമെല്ലാം കഴിഞ്ഞ് 1599 ശേഷം വളരെയേറെ ഞെരുക്കപ്പെടുകയും ഒതുക്കപ്പെടുകയും ചെയ്തിരുന്നു. വടക്ക് ഭാരതപ്പുഴയും തെക്ക് പമ്പാനദിയും കിഴക്ക് സഹീപർവ്വതവും പടിഞ്ഞാറ് അറബിക്കടലുമായിട്ടുള്ള ഒരു ചെറിയ പ്രദേശത്ത് അതിൻ്റെ സാന്നിധ്യം ചുരുക്കപ്പെടുകയും അതിൻ്റേതായ ചില പ്രത്യേകതകളും സവിശേഷതകളും പോരായ്മകളുമെല്ലാം ആ സഭയിൽ വന്ന് കൂടുകയും എല്ലാം ചെയ്തു. ശൈക്ഷണിക ശക്തി നല്ലവണ്ണം ഉള്ള ഒരു പ്രതിഭയായിരുന്നു ലാസറച്ചൻ. ഇൻ്റലക്ച്വൽ ജീനിയസ് ആൻഡ് ജയൻറ്റ് എന്ന് അദ്ദേഹത്തെ അടുത്ത് അറിയാവുന്നവരെല്ലാം പറയുമായിരുന്നു. ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. കൂടുതലും സഭാ ചരിത്രവും സഭാ നിയമങ്ങളോട് ബന്ധപ്പെട്ടതും ഭാരത സംസ്കാരത്തോട് ബന്ധപ്പെട്ടതും ഒക്കെയാണ്. അച്ഛന് സുറിയാനി ഭാഷയിലും ലത്തീൻ ഭാഷയിലും മറ്റ് അനവധി യൂറോപ്യൻ ഭാഷകളിലും ആഴമായ അറിവുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയൊരു പണ്ഡിത സദസ്സുമായിട്ട് അച്ഛന് ബന്ധം പുലർത്താനായിട്ട് സാധിച്ചു. റോമിലെ ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അധ്യാപകനായിരുന്നു. അക്കാലത്ത് നിരവധിയായ പണ്ഡിതന്മാരുമായിട്ട് അച്ഛൻ ബന്ധപ്പെടുകയും അങ്ങനെ അച്ഛൻ്റെ പാണ്ഡിത്യം പാശ്ചാത്യ ലോകവും നല്ലവണ്ണം മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ആധികാരികമായ രീതിയിലാണ് അച്ഛന് സഭയെക്കുറിച്ചും സഭയുടെ പൈതൃകത്തെക്കുറിച്ചും സഭാ വിജ്ഞാനീയത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് വെച്ചിട്ടുള്ളത്. അച്ഛൻ്റെ ചിന്തകൾ പലപ്പോഴും നമുക്ക് വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാനും വിപുലീകരിക്കാനും അതിൻ്റെ ദൈവശാസ്ത്രപരമായ മാനങ്ങൾ കണ്ടെത്താനും സാധിക്കാതെ പോയിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഈ വളർച്ചയുടെ അടിസ്ഥാനപരമായ കാരണം ലാസറച്ചൻ്റെ ബോധ്യങ്ങളും ഈ സഭയെക്കുറിച്ച് അച്ഛൻ എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ കുറേയെങ്കിലും ഒക്കെ നമുക്ക് വായിക്കാനും പഠിക്കാനും സാധിച്ചതുകൊണ്ടുമാണ്. അച്ഛൻ്റെ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തിയ ഒരു ആക്സിയമാണ് ഇന്ത്യൻ ഇൻ കൾച്ചർ, ക്രിസ്ത്യൻ ഇൻ ഫെയ്ത്ത് ആൻഡ് ഓറിയൻ്റൽ ഇൻ വർഷിപ്പ്. അത് പാശ്ചാത്യ ലോകത്തിലെ പണ്ഡിതന്മാരും അതിനെക്കുറിച്ച് പലപ്പോഴും പഠിക്കുകയും അതിൻ്റെ കാഴ്ചപ്പാടുകൾ ശ്രേഷ്ഠമായ രീതിയിൽ പുറത്ത് കൊണ്ടുവരികയും എല്ലാം ചെയ്തിട്ടുണ്ട്. ലാസറച്ചൻ്റെ ലോകം വളരെ വിശാലമായ ഒരു ലോകമായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഞാൻ സൂചിപ്പിച്ചതുപോലെ സുറിയാനിയും ലത്തീനും ഇറ്റാലിയൻ ഭാഷയും ഇംഗ്ലീഷും എല്ലാം ആഴത്തിൽ അറിയാവുന്നത് കൊണ്ടുകൂടിയായിരുന്നു അത്. അതുകൊണ്ട് അച്ഛന് ആരുടെയും മുമ്പിൽ തല കുനിക്കേണ്ടി വന്നിട്ടില്ല. എല്ലാവരുടെയും മുമ്പിൽ തല ഉയർത്തി നിന്ന് ഈ ശ്ലൈഹിക സഭയുടെ മഹിമ വിളിച്ച് പറയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പാറേമാക്കൽ തോമാക്കത്തനാരുടെ വർത്തമാന പുസ്തകം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ലാസറച്ചനാണ്. ഇംഗ്ലീഷ് ഭാഷയിലുള്ള അച്ഛൻ്റെ മികവ് ഏതൊരു ഇംഗ്ലീഷുകാരനെയും അത്ഭുതപ്പെടുത്തുന്നത് പോലെയാണ് ഈ ഭാഷാന്തരം അദ്ദേഹം ചെയ്തിരിക്കുന്നത്. രണ്ടാം വത്തിക്കാൻ സുനകദോസിൽ പാകിസ്മരണാർഹനായ സെബാസ്റ്റ്യൻ വള്ളൂപ്പള്ളി പിതാവിന് സംസാരിക്കേണ്ടി വന്നപ്പോൾ ലത്തീൻ ഭാഷയിൽ ആ പ്രഭാഷണം എഴുതി ഒരുക്കി കൊടുത്തതും ലാസറച്ചനായിരുന്നു. അച്ഛൻ്റെ തിരുപ്പട്ട സ്വീകരണ സമയത്ത് അച്ഛൻ മറുപടി പ്രസംഗം പറഞ്ഞത് സുറിയാനി ഭാഷയിലായിരുന്നു.
അന്നു മുതൽ അച്ഛന് പണ്ഡിതരുടെ ഇടയിലും CMI സമർപ്പിതരുടെ ഇടയിലും ചരിത്രകാരന്മാരുടെ ഇടയിലും എല്ലാം വലിയൊരു ഒരു സ്ഥാനം കിട്ടുന്നുണ്ടായിരുന്നു. ഈ പാണ്ഡിത്യത്തോടു കൂടി റോമിലെ ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രബോധനങ്ങളും റിസർച്ചസും ഒക്കെ ആയിട്ട് വർഷങ്ങൾ മുമ്പോട്ട് പോയപ്പോൾ അവിടെ അത്ഭുതകരമായ രീതിയിൽ എഴുതാനും വായിക്കാനും പഠിപ്പിക്കാനും ഒക്കെ അച്ഛന് സാധിച്ചു. ഇത്രയും എഴുതിയിട്ടുള്ള വ്യക്തികൾ നമ്മുടെ സഭയിൽ വേറാരും കാണുകയില്ല. അച്ഛൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് സെൻറ്റ് തോമസ് ക്രിസ്ത്യൻസ് ഓഫ് ഇന്ത്യ, അതുപോലെ നമ്മുടെ റീത്ത് എന്ന പുസ്തകവും. ധാരാളം ലേഖനങ്ങൾ അച്ഛൻ എഴുതിയിട്ടുണ്ട്. നമ്മുടെ സഭയെക്കുറിച്ച്, പൗരസ്ത്യ സഭകളെക്കുറിച്ച് പൊതുവിൽ. നമ്മുടെ റീത്ത് എന്ന ഗ്രന്ഥത്തിൽ നമ്മൾ കാത്തു സംരക്ഷിക്കേണ്ട ചെറുതും വലുതുമായ പാരമ്പര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, ഇതെല്ലാം അച്ഛനെ മറ്റ് എല്ലാവരിൽ നിന്ന് വ്യത്യസ്തനാക്കി എന്നതാണ് സത്യം. അച്ഛൻ്റെ അറിവ് മറ്റ് സഭകളിലെ അംഗങ്ങളും സമൃദ്ധമായിട്ട് ഉപകാരപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്രം പഠിക്കുകയും ചരിത്രപുരുഷനായിട്ട് മാറുകയും ചരിത്രം മാറ്റി എഴുതുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട പ്ലാസഡിച്ചന്. അത് അദ്ദേഹത്തിൻ്റെ ആഴമായ അറിവും പരിജ്ഞാനവും കൊണ്ടാണ്. പ്ലാസഡിച്ചൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കാനോനിക നിയമസംഹിതകളുടെ ഉറവിടങ്ങളിലേക്കും കടന്നു ചെല്ലാനായിട്ട് സാധിച്ചു എന്നതാണ്. ഉറവിടങ്ങളിലേക്കുള്ള ഒരു മടക്കയാത്ര, റീസോഴ്സ്മെൻ്റ് എന്ന് തിയോളജിയിൽ പറയുന്ന ആ കാര്യം അച്ഛനെപ്പോഴും ഊന്നി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതിന്മേലാണ് അജോർണമെൻറ്റോ, നവീകരണം നടക്കേണ്ടത് എന്ന ആ കാര്യത്തിൽ അച്ഛന് നിർബന്ധ ബുദ്ധിയുണ്ടായിരുന്നു. സഭയിലെ കാനോനിക അച്ചടക്കം അത് നഷ്ടപ്പെട്ടാൽ ഒരു സഭയായിട്ട് നമുക്ക് വളരാൻ പ്രയാസമാണ് എന്ന് അച്ഛനിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു. പ്ലാസഡിച്ചൻ യാത്ര ചെയ്തത് ഇടുങ്ങിയ വഴികളിലൂടെ ഒന്നുമല്ല, ഹൈവേയിൽ കൂടിയാണ് അദ്ദേഹം യാത്ര ചെയ്തത്. ബ്രോഡ്വേയിൽ കൂടിയാണ് യാത്ര ചെയ്തത്. കാരണം ഏതു ഭാഷയും, ലത്തീനും സുറിയാനിയും യൂറോപ്യൻ ഭാഷകളും ഒക്കെ നല്ലവണ്ണം അറിയാവുന്നത് കൊണ്ട് ഏത് ലൈബ്രറിയിലെ സോഴ്സ് ബുക്കുകളും നന്നായിട്ട് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് അച്ഛന് സാധിച്ചു. സുറമലബാർ സഭയ്ക്ക് വേണ്ടിയുള്ള പൊന്റിഫിക്കാൽ ക്രോഡീകരിച്ചതും പ്ലാസഡിച്ചൻ്റെ പ്രാഗൽഭ്യം വഴിയാണ്. നമുക്ക് തിരുപ്പട്ടങ്ങൾ അതുപോലുള്ള കാര്യങ്ങൾ കൊടുക്കാനായിട്ട് ലത്തീൻ ക്രമത്തിലെ ടെക്സ്റ്റ് സുറിയാനി ഭാഷയിൽ ആക്കിയാൽ മതി എന്നൊരു ചിന്ത അക്കാലത്ത് പലർക്കും ഉണ്ടായിരുന്നു. 11-ാം പിയൂസ് പാപ്പ അതിനെ ശക്തമായിട്ട് തടയുകയും സുറിയാനി സഭയുടെ ഉറവിടങ്ങളിൽ നിന്ന് തിരുപ്പട്ടത്തിൻ്റെയും പള്ളിക്കുദാശകളുടെയും ഒക്കെ സോഴ്സുകൾ കണ്ടെത്തണമെന്ന് നിർബന്ധം പിടിക്കുകയും ചെയ്ത് ഇതുമൂലം പ്ലാസഡിച്ചൻ അതിൽ ഏറെ ശ്രദ്ധിച്ചു. അങ്ങനെ അച്ഛൻ്റെ വലിയൊരു ഒരു ഒരു സാമർഥ്യമാണ് നമ്മളുടെ സഭയുടെ ഉറവിടങ്ങളോട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചത്. അച്ഛൻ്റെ ഒരു ഹസ്തമുദ്ര പതിയാത്ത മേഖലകൾ ചുരുക്കമാണ്. അത് അദ്ദേഹത്തിൻ്റെ ബൗദ്ധികമായിട്ടുള്ള ആ ഒരു മികവ് കൊണ്ടുകൂടെ ആണിതാണ്. സഭ ആഗ്രഹിക്കുന്നത് കത്തോലിക്കവൽക്കരണമാണ്, ലത്തീനീകരണമല്ല എന്ന് പരിശുദ്ധ പിതാവ് തന്നെയാണ് പറഞ്ഞു കൊടുത്തത്, അല്ലെങ്കിൽ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചത്. നമ്മൾ കത്തോലിക്കരാകാനാണ് പരിശ്രമിക്കേണ്ടത്. ലത്തീൻ സഭയുടെ കാഴ്ചപ്പാടുകളും അതിൻ്റെ തിരുക്കർമ്മ വിധികളും അതേപടി എടുക്കുക അല്ല വേണ്ടത്. നമ്മൾ കൂടുതൽ കത്തോലിക്കരായിട്ട് ജീവിക്കാനുള്ള ആ പരിശ്രമത്തിൽ ഈ സഭയുടെ പുരാതനമായ ഉറവിടങ്ങൾ കണ്ടെത്തണമെന്നും അങ്ങനെ നമ്മളുടെ സഭാവിജ്ഞാനീയവും പൊന്റിഫിക്കാലും അതുപോലെ വൈദിക വിദ്യാർത്ഥികളുടെ പരിശീലനത്തിന്
ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുമെല്ലാം കണ്ടെത്തണമെന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ ചിന്ത നമുക്ക് വളരെയേറെ ഫലപ്രദമായിട്ട് ലഭിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ആ ഒരു ഉറവിടങ്ങളിലേക്ക് പോയി സഭാ നവീകരണം നടക്കണമെന്നുള്ള ആ ചിന്തയിൽ വലിയൊരു സ്കൂള് നമ്മളുടെ സഭയിൽ രണ്ടാം വത്തിക്കാൻ സൂനകദോസിനോട് അനുബന്ധിച്ചും അതിനുശേഷവും വളർന്നു വന്നു. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ആ ഒരു കാലഘട്ടത്തിൻ്റെ സവിശേഷത വൈദിക പരിശീലന രംഗത്തും വളരെയേറെ ഫലപ്രദമായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചു. ധർമാരാം സെമിനാരി അല്ലെങ്കിൽ കോളേജിൻ്റെയും വടവാതൂർ സെമിനാരിയുടെയും ഒക്കെ ആരംഭത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഏറ്റവും ശക്തനായ ഒരു വ്യക്തി ഈ പ്ലാസിഡച്ചനാണ്. നിരവധിയായ ദൈവശാസ്ത്ര സ്കൂളുകൾ അൽമായർക്ക് വേണ്ടിയും സമർപ്പിതർക്ക് വേണ്ടിയും നമ്മുടെ സഭയ്ക്ക് സ്ഥാപിക്കാനായിട്ട് സാധിച്ചതിൻ്റെ പിന്നിലും ഉള്ള കരം അച്ഛൻ്റേതാണ്. അച്ഛൻ പലപ്പോഴും പറയുമായിരുന്നു, നമ്മുടെ അൽമായർ ദൈവശാസ്ത്രം പഠിച്ചാലേ ഈ സഭ രക്ഷപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അൽമായരുടെ ഒരു പ്രാധാന്യം അച്ഛൻ എന്നും ഊന്നൽ കൊടുത്ത് സംസാരിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ വിദ്യാനികേതനൊക്കെ അങ്ങനെ ആരംഭിച്ചതാണ്. പിന്നീട് നമ്മൾ പല രൂപതകളിലും ഈ അൽമായ ദൈവശാസ്ത്രം സ്കൂളുകൾ ആരംഭിക്കുകയും നിരവധിയായ അൽമായർക്ക് വൈദിക പരിശീലനത്തിന് കൊടുക്കുന്നത് പോലെയുള്ള ക്ലാസ്സുകളും കുറേ കൂടെ അൽമായരുടെ ഒരു അപ്പോസ്റ്റലേറ്റ് എന്താണെന്ന് പഠിപ്പിക്കാനും ഒക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ സഭയെ അറിയാനും അതിൻ്റെ ലിറ്റർജി പരികർമ്മം ചെയ്യാനും നല്ലതുപോലെ നമുക്ക് സാധിക്കണം എന്നത് അച്ഛൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. നമുക്കെല്ലാവർക്കും അതിന് ഉത്തരവാദിത്വമുണ്ട്. CMI കോൺഗ്രിഗേഷനിൽപ്പെട്ടവർക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. അവർ നല്ലതുപോലെ പരിശ്രമിച്ചിട്ടുണ്ട്. റോമിൽ പ്ലാസ്റ്റിക് ലെക്ചേഴ്സ് സീരീസ് അനേകം നടത്തി. ഞാനും ഒരു വർഷം അവിടെ പോയി അത് ആ ലെക്ചേഴ്സ് കൊടുത്തതാണ്. അതുപോലെ ധർമാരാം കോളേജ് വഴിയും മറ്റ് ചെത്തിപ്പുഴ പോലെയുള്ള ആശ്രമങ്ങൾ വഴിയുമൊക്കെ വലിയ പ്രബോധനങ്ങൾ അച്ഛൻ്റെ നേതൃത്വത്തിലും അച്ഛൻ്റെ ഗ്രന്ഥങ്ങളുടെ വെളിച്ചത്തിലുമൊക്കെ കൊടുക്കാനായിട്ട് സാധിച്ചത് വലിയൊരു ഭാഗ്യമാണ്. മലങ്കര കത്തോലിക്ക സഭയുടെ പുനരൈക്യ സംരംഭത്തിലും പിന്നീട് അതിൻ്റെ കാനോനികമായിട്ടുള്ള കാര്യങ്ങൾ ക്രോഡീകരിക്കുന്നതിലുമൊക്കെ വളരെയേറെ പരിശ്രമിച്ചത് പ്ലാസിഡച്ചനായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ ഒരു വലിയൊരു കാഴ്ചപ്പാട് നമ്മുടെ സഭയുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും വളരെയേറെ പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ഒന്നാം കിട റിസർച്ചർ ഗവേഷകൻ ആയിരുന്നു പ്ലാസിഡച്ചൻ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂലഭാഷകളിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ അറിവായിരുന്നു. ബെർട്രാൻഡ് റസ്സലിനെ പോലെ ആളുകൾ എപ്പോഴും പറയുമായിരുന്നല്ലോ, സർവകലാശാലയിലെ അധ്യാപകരുടെ ദൗത്യം പഠിപ്പിക്കലല്ല, ഗവേഷണമാണ്. പഠിപ്പിക്കൽ സാധാരണക്കാർക്കൊക്കെ ചെയ്യാം. ഗവേഷണം നടത്തണമെങ്കിൽ അതിന് ഇൻ്റലക്ച്വലായിട്ടുള്ള കോമ്പിറ്റൻസ് വേണം, നല്ലപോലെ ഭാഷകളിലുള്ള പരിജ്ഞാനം വേണം. ആ ഒരു വഴികളിലൂടെ എല്ലാം നടന്ന് പ്ലാസിഡച്ചൻ നമ്മളുടെ ഒരു ഫൊർഗോട്ടൺ സിറിയക് ഓറിയൻ്റ് എന്താണെന്ന് കണ്ടെത്തി. നമ്മൾ മറന്നു കിടന്നിരുന്ന, അല്ലെങ്കിൽ നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് കണ്ടെത്താൻ പറ്റാതെ കിടന്നിരുന്ന ആ ഉറവിടങ്ങളിലേക്കൊക്കെ നമ്മളെ കൊണ്ടെത്തിക്കാനായിട്ട് അച്ഛന് കഴിഞ്ഞത് ഈ സഭയ്ക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമാണ്. അച്ഛൻ റോമിലായിരുന്ന കാലത്ത് വൈദിക സർവമലബാർ സഭയിൽ നിന്നും മലങ്കര സഭയിൽ നിന്നുമുള്ള വൈദികർക്കും വൈദിക വിദ്യാർത്ഥികൾക്കും നമ്മളുടെ സഭകളുടെ പുരാതനമായ സോഴ്സുകളിലേക്ക് ബന്ധപ്പെടുത്തി അവരുടെ തീസിസൊക്കെ എഴുതണം എന്നുള്ള വലിയ ഓറിയൻറ്റേഷൻ കൊടുത്തിരുന്നു. അതിൽ നിരവധിയായ വൈദിക വിദ്യാർത്ഥികളും അന്ന് പഠിക്കാൻ പോയ കൊച്ചച്ഛന്മാരുമൊക്കെ അതിൽ നിന്ന്
ഊർജം സമ്പാദിച്ച് വളർന്ന് വന്നവരാണ്. പ്ലാസിഡച്ചന് റോമിലായിരുന്ന കാലത്ത് വെനീസിലെ അന്നത്തെ പാത്രിയാർക്കീസായിരുന്ന അൽബീനോ ലൂച്ചിയാനി, പിന്നീട് ജോൺ പോൾ ഒന്നാമൻ ആയിരുന്ന ആ പിതാവുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചിരുന്നു. വടക്കേ ഇറ്റലിയിലെ വിത്തോറിയ വെനേത്തോ രൂപതയിലെ മെത്രാനായിരുന്നപ്പോഴാണ് കൂടുതലായിട്ട് പ്ലാസിഡച്ചന് ഈ പിതാവുമായിട്ട് ബന്ധം പുലർത്താനായിട്ട് സാധിച്ചത്. പിന്നീട് പരിശുദ്ധ പിതാവായിട്ട് ജോൺ ബോൾ ആയിട്ട് ത്രോസിൻ്റെ സിംഹാസനത്തിൽ വന്നപ്പോൾ നമ്മളുടെ സഭയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല ആവശ്യങ്ങളും അദ്ദേഹത്തിൻ്റെ പരിശുദ്ധ പിതാവിൻ്റെ മുമ്പിൽ എത്തിക്കാനായിട്ട് പ്ലാസിഡച്ചന് കഴിഞ്ഞു. കുടിയേറ്റക്കാരായ നമ്മുടെ സഭാവിശ്വാസികൾക്ക് അവരുടെ വിശ്വാസ ജീവിതത്തിലെ അജപാലനപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് നമ്മുടെ വൈദികർക്കും അതുപോലെ ബന്ധപ്പെട്ട ആത്മായ പ്രേക്ഷിതർക്കുമൊക്കെയുള്ള സ്വാതന്ത്ര്യം തരണമെന്ന് ആവശ്യപ്പെടുകയും ആ ഒരു പശ്ചാത്തലത്തിലാണ് പടിയറ ആൻ്റണി മെത്രാപ്പോലീത്തായെ കേരളത്തിന് പുറത്ത്, കേരളത്തിൽ നിന്ന്, സുറിയാനി സഭയിൽ നിന്ന് ഇന്ത്യക്കകത്ത് താമസിക്കുന്ന ആളുകളുടെ വിശ്വാസികളുടെ എണ്ണം എടുക്കാനുമൊക്കെയായിട്ട് അപ്പസ്റ്റോലിക് വിസിറ്റേറ്ററായിട്ട് നിയമിച്ചതും അതിനെ തുടർന്ന് നമുക്ക് വളരെയധികം മേഖലകളിൽ മുൻപോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം പ്ലാസിഡച്ചനെ പോലെയുള്ള പണ്ഡിതന്മാരുടെ ആ ഒരു അറിവും അവരുടെ നമ്മുടെ സഭയിലുള്ള താല്പര്യവും കൊണ്ടാണ്. ലത്തീൻ സഭയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് മാത്രം സിറോ മലബാർ സഭയെക്കുറിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും എഴുതുകയും ചെയ്തിരുന്ന ആളുകളോട് അച്ഛന് ഉള്ളിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അത് അച്ഛൻ്റെ കാഴ്ചപ്പാടും അല്ലെങ്കിൽ സഭയുടെ കാഴ്ചപ്പാടുമായിട്ട് ചേർന്ന് പോകുന്നതല്ല. പ്ലാസിഡച്ചൻ്റെ വലിയൊരു സ്വാധീനം രണ്ടാം വത്തിക്കാൻ സുനോദോസിലെ പൗരസ്ത്യ സഭകൾ എന്ന ഡിഗ്രിയിലും എക്യുമെനിസത്തെക്കുറിച്ചുള്ള ആ ഡോക്യുമെൻറ്റിലുമൊക്കെ വന്നിട്ടുണ്ട്. അവിടെയെല്ലാം ഈ സിറോ മലബാർ സഭയുടെ ആ ഒരു മിഷണറി പൊട്ടൻഷ്യൽ എടുത്തു കാണിക്കുകയും അന്ന് നമുക്കുണ്ടായിരുന്ന അജപാലന മേഖലയിലുള്ള സ്വാതന്ത്ര്യ കുറവ് പൊതുരംഗത്ത് കൊണ്ടുവരികയും ചെയ്തതിൽ പ്ലാസിഡച്ചൻ അഗ്രഗണ്യനാണ്. അങ്ങനെ നമുക്ക് ഒരു വലിയ കൊടുങ്കാറ്റായിട്ട് അച്ഛന് നമ്മുടെ സഭയിൽ പ്രവർത്തിച്ചു. നമ്മളെ ഈ സഭയുടെ പുറപ്പെടങ്ങളിലേക്ക് എത്തിച്ചു. അതിൻ്റെ മഹത്തരമായ ചിന്തകൾ നമ്മൾ കണ്ടെത്തണം, അത് കൈവിട്ട് കളയരുത്. ഇന്ത്യയുടെ ഈ സഭയുടെ, ഈ ശ്ലൈഹിക സഭയുടെ സെൻറ്റ് തോമസ് ക്രിസ്ത്യൻസിൻ്റെ ആ വ്യക്തിത്വം അത് പൂർണ്ണമായിട്ട് നമ്മൾ പുനഃസ്ഥാപിക്കണം എന്നുള്ള കാഴ്ചപ്പാടിലാണ് അച്ഛന് എഴുതിയതും പ്രവർത്തിച്ചതും എല്ലാം. പ്രത്യേകിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ സഭയുടെ പൊന്റിഫിക്കാൽ നവീകരിച്ചതിലും വ്യാമപ്രാർത്ഥനകൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് അതിലേക്ക് ഈ സഭയെ കൊണ്ട് എത്തിച്ചതും ഒക്കെ പ്ലാസിഡച്ചനാണ് എന്ന് പറയാനും അത് ഊന്നൽ കൊടുത്ത് സംസാരിക്കാനും നമ്മൾ തയ്യാറാവുകയും വേണം. അച്ഛനെപ്പോഴും പറഞ്ഞിരുന്ന കാര്യം ഈ സഭയുടെ അപ്പസ്തോലികമായിട്ടുള്ള ആ വളർച്ചയുടെ ഓർഗാനിക്കായിട്ടുള്ള ആസ്പെക്റ്റിനെ കുറിച്ചാണ്. ഈ സഭ ഓർഗാനിക്കായിട്ട് വളരണം. മറ്റെവിടെ നിന്നെങ്കിലും നമ്മൾ കണ്ടെത്തുന്ന ചില കാര്യങ്ങൾ കൂട്ടി യോജിപ്പിച്ച് ഒരു ഹൈബ്രിഡ് രൂപത്തിലുള്ള ലിറ്റർജിയോ ദൈവശാസ്ത്ര സമീപനങ്ങളോ വൈദിക പരിശീലന പ്രസ്താവനകളോ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളോ ഒന്നും മുമ്പോട്ട് കൊണ്ടുപോകരുത് ആ തരത്തിലെന്ന് അദ്ദേഹം തീവ്രമായിട്ട് ആഗ്രഹിച്ചിരുന്നു. ഈ സഭയുടെ പ്രേക്ഷിത ആഭിമുഖ്യത്തെക്കുറിച്ചും കാറ്റഗൈസിസിനെക്കുറിച്ചും വൈദിക പരിശീലനത്തെക്കുറിച്ചുമൊക്കെയുള്ള
നിർണായകമായ കാഴ്ചപ്പാടുകൾ നമുക്ക് നൽകിയത് നമ്മുടെ പ്രിയപ്പെട്ട പ്ലാസിഡച്ചനാണ് എന്ന കാര്യം നമ്മൾ ഇനിയും കൂടുതലായിട്ട് പഠിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ച അച്ഛൻ്റെ ആ തിയോളജിക്കൽ ആക്സിയം, ഇന്ത്യൻ ഇൻ കൾച്ചർ, ക്രിസ്ത്യൻ ഇൻ ഫെയ്ത്ത്, ഓറിയൻ്റൽ ഇൻ വർഷിപ്പ്, അത് നമുക്കറിയാമല്ലോ. അതൊരു ഒരു 3 ഫിഡലിറ്റീസ് ഒന്നിച്ചു കൂട്ടിയിരിക്കുകയാണ്. നമ്മളൊരു ട്രിനിറ്റേറിയൻ കൂട്ടായ്മ എന്ന് പറയുന്ന പോലെ 3 കാഴ്ചപ്പാടുകൾ ഒറ്റ വാക്യത്തിൽ അച്ഛൻ സംഗ്രഹിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ഇൻ കൾച്ചർ, അവിടെ അച്ഛൻ ഈ ദേശത്തോടുള്ള, ഈ ലാൻഡിനോടുള്ള ഒരു ഊന്നലാണ് കൊടുക്കുന്നത്. അതുപോലെ ക്രിസ്ത്യൻ ഇൻ ഫെയ്ത്ത്, അവിടെ യൂണിവേഴ്സലായിട്ടുള്ള സാർവത്രിക സഭയുടെ, ക്രൈസ്തവരുടെ വിശ്വാസത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തേത് ഓറിയൻ്റൽ ഇൻ വർഷിപ്പ്, അവിടെയാണ് സുറിയാനി സഭയുടെ പൈതൃകം, ലിറ്റർജിക്കലായിട്ടുള്ളതിൻ്റെ ഒറിജിനലായിട്ടുള്ള ടെക്സ്റ്റുകൾ, അത് വളർന്ന സാഹചര്യങ്ങൾ, അത് നമ്മൾ കണ്ടെത്തുകയും പുനരുദ്ധരിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത. അങ്ങനെ ആ ഒരു ട്രിപ്പിൾ കാഴ്ചപ്പാട് അച്ഛൻ്റെ ഒരു തനിമയാണ്. അച്ഛൻ എപ്പോഴും പറയുന്നത് അതാണ്, എഴുതിയതും അതാണ്. ഈ ശ്ലൈഹിക സഭ ഈ രാജ്യത്ത് അതിൻ്റെ കത്തോലികമായ പൗരസ്ത്യമായ ഈസ്റ്റ് സിറിയക്കിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആ കാര്യങ്ങളെല്ലാം കണ്ടെത്തണം. അപ്പോഴാണ് ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്ലാസിഡച്ചന് ലത്തീൻ സഭയെ ഒരിക്കലും എതിർത്തയാളല്ല. മലബാർ സഭയുടെ ലത്തീനീകരിക്കപ്പെടുന്ന ആ സ്വഭാവത്തെയാണ് അച്ഛൻ എതിർത്തത്, അല്ലെങ്കിൽ അത്തരം കാഴ്ചപ്പാടുകളെയാണ് എതിർത്തുകൊണ്ടിരുന്നത്. അത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോയ പതിറ്റാണ്ടുകൾ നമുക്കുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ശ്ലൈഹിക സഭയെ കൽദായ സഭയുടെ ഒരു പുത്രീ സഭയായിട്ട് കാണുന്നതിലും അച്ഛന് എതിർപ്പുണ്ടായിരുന്നു. കാരണം നമ്മൾ ശ്ലൈഹിക സഭയാണ്, നമ്മൾ കൽദായ സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വന്നതല്ല. നമുക്ക് തോമാസ് ശ്ലീഹായിൽ നിന്ന് കിട്ടിയ ആ ഒരു പൈതൃകവും ശ്ലൈഹികമായിട്ടുള്ള ഉറവിടവും ഈ ഭാഷാപരമായിട്ടുള്ള പരമായ സുറിയാനിയോടുള്ള ആ ബന്ധവുമൊക്കെ അത് നമ്മൾ പ്രിസർവ് ചെയ്യണം. അതിലേക്കുള്ള ഒരു ഓറിയൻറ്റേഷൻ സഭയ്ക്ക് ആകമാനം കിട്ടണം. അവിടെ അച്ഛൻ ആരോടും ഒരു വിരോധവുമില്ലായിരുന്നു. അച്ഛൻ ഒരുപാട് ലത്തീൻ പണ്ഡിതന്മാർ സുഹൃത്തുക്കളായിട്ടുണ്ടായിരുന്നു. അച്ഛൻ പ്ലാസിഡായിരുന്നു എന്നും, എല്ലാവരോടും ശാന്തനും അതുപോലെ സൗമ്യനുമായിട്ട് പെരുമാറിയ വ്യക്തിയാണ്. ഇന്ത്യയിലെ ഒരു വ്യക്തിസഭയുടെ, ശ്ലൈഹിക സഭയുടെ ജീവാത്മകമായ വളർച്ചയാണ് അച്ഛന് ഇഷ്ടപ്പെട്ടത്. അതിനുവേണ്ടിയാണ് അച്ഛൻ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. ആ യുദ്ധത്തിലും അച്ഛൻ വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രയാസവും ആരോടും കാണിച്ചെന്ന് ഞാൻ കരുതുന്നില്ല. അച്ഛൻ്റെ നിരവധിയായ ഗ്രന്ഥങ്ങളോട് ബന്ധപ്പെടാനും പരിചയപ്പെടാനും, അച്ഛനെ പ്രഭാതൂർ സെമിനാരിയിൽ അച്ഛൻ അനാരോഗ്യമുള്ള സമയത്ത് കസേരയിലിരുത്തി ഞങ്ങൾ അവിടെ പഠിക്കുന്ന കാലത്താണ് അവിടെ കൊണ്ടുവരികയും അച്ഛനെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്ത സംഭവമൊക്കെ ഞാൻ മനുഷ്യൻ നല്ലപോലെ ഓർക്കുന്നുണ്ട്. അച്ഛൻ്റെ സംഭാവനകൾ നമ്മൾ കൂടുതലായിട്ട് ഈ വ്യക്തിസഭയുടെ, അപ്പസ്തോലിക സഭയുടെ തനിമ കണ്ടെത്താനായിട്ട് ഇനിയും നമ്മളിൽ നല്ല ഉണർവ് ഉണ്ടാകണം. അച്ഛന് റോമിൽ വെച്ച് ഒരു സൈക്കിൾ വന്ന് മുട്ടി ഒരു അപകടം പറ്റി മുറിവും ഒടിവുമെല്ലാം സംഭവിച്ചാണ് അച്ഛൻ തിരിച്ച് ചെറ്റിപ്പുഴ ആശ്രമത്തിലേക്ക് പോരുന്നത് നമുക്കറിയാം. അച്ഛൻ സൈക്കിൾ മുട്ടി വീണു, ഒടിവുണ്ടായി എന്ന് കേട്ടപ്പോൾ അന്ന് റോമിലുണ്ടായിരുന്ന വലിയൊരു പണ്ഡിതൻ പറഞ്ഞ വാക്ക് തന്നെ മതി അച്ഛൻ ആരായിരുന്നുള്ളത് മനസ്സിലാക്കാൻ.
അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു: ല കൊളോണ ദ ലഖിയേസ് മലബറേസ് എ കദൂത്ത. മലബാർ സഭയുടെ പില്ലറ് ഒടിഞ്ഞുചാടി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നോക്കണം, അച്ഛനെക്കുറിച്ച് പൗരസ്ത്യ സഭാ കേന്ദ്രത്തിലും അവിടുത്തെ ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലും അവിടെ ഉണ്ടായിരുന്ന പാശ്ചാത്യ പണ്ഡിതന്മാരുടെ ഇടയിലുമൊക്കെയുള്ള ഒരു അഭിപ്രായമാണല്ലോ അത്, ഒരു കാഴ്ചപ്പാടാണല്ലോ അത്. അച്ഛൻ്റെ നിലപാട് എന്തായിരുന്നുവെന്ന് ആ സ്പോണ്ടേനിയസ് ആയിട്ട് അവിടെ പറയപ്പെട്ട ആ വാക്കുകളിൽ നിന്ന് വളരെ വളരെ വ്യക്തമാണല്ലോ. അപ്പോൾ അതാണ് നമ്മൾ വളരുമ്പോൾ ഇന്നും നമ്മുടെ സഭയ്ക്കുള്ളിൽ വേണ്ട രീതിയിലുള്ള ഐക്യമില്ലാതെ നിൽക്കുന്നതിൻ്റെ കാരണങ്ങൾ ഞാൻ ഈ പറഞ്ഞതിലൊക്കെയുണ്ട്. ഞാനതിലേക്ക് ഒന്നും ഇപ്പോൾ കിടക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഡാശരച്ചൻ്റെ കാഴ്ചപ്പാടുകൾ കൂടുതൽ അച്ഛൻ എന്തായിരുന്നുവോ കണ്ടത് അത് നമ്മൾ കണ്ടെത്തണം. അച്ഛനെ നമ്മൾ വളരെ ബ്രാൻഡഡായിട്ട് എങ്കോണിച്ച രീതിയിൽ കാണരുത്. അച്ഛൻ വലിയ കാഴ്ചപ്പാടുള്ള ആളായിരുന്നു, വലിയ തുറവിയുള്ള ആളായിരുന്നു. ആ തുറവിയിലാണ് അച്ഛൻ്റെ ആ ഒരു അഗാധമായ പാണ്ഡിത്യത്തിലാണ് അച്ഛൻ ഈ സഭയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് പറഞ്ഞതും എഴുതിയതും ഒക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും കൂടുതൽ പഠിക്കുകയും ചെയ്യേണ്ടത്. പാലായിൽ വലിയ സമർത്ഥനായ ഒരു എഴുത്തുകാരനായിരുന്നു കട്ടക്കയം ചെറിയാൻ മാപ്പിള. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1859 മുതൽ 1936 വരെയുള്ള ആ കാലഘട്ടമാണ്. അന്ന് സംസ്കാര ശുശ്രൂഷയിൽ ഹോമിലി കൊടുത്തത് പ്ലാസിഡച്ചനാണ്. പ്ലാസിഡച്ചൻ്റെ അന്നത്തെ ആ ഹോമിലി, അതിൻ്റെ പ്രസക്തമായൊരു ഭാഗം ഞാനൊന്ന് വായിക്കുകയാണ്. അതിൽ നിന്ന് തന്നെ നമുക്കറിയാം അച്ഛൻ്റെ വ്യക്തിത്വം എന്തായിരുന്നുവെന്ന്. G.K. ചെസ്റ്റർട്ടൺ ഈ അടുത്ത നാളിൽ മരിച്ചല്ലോ. നമ്മുടെ ചെസ്റ്റർട്ടൺ ആണ് ചെറിയാൻ മാപ്പിള. സാഹിത്യകാരൻ എന്ന നിലയിൽ അദ്വിതീയൻ. ക്രിസ്ത്യാനികളുടെ ഇടയിൽ ആട്ടക്കഥ എഴുതിയവൻ. ശ്രീയേശു വിജയം എന്ന മഹാകാവ്യം. ഇതുവഴി ചെറിയാൻ മാപ്പിള എന്നും സജീവനായിരിക്കും. കത്തോലിക്ക പ്രവർത്തനം, അൽമായ പ്രേക്ഷിതത്വം, കത്തോലിക്ക സാഹിത്യം എന്നിവ കൂടുതൽ കേട്ടു വരും. ശ്രീയേശു വിജയത്തിലൂടെ ഇവ മൂന്നും കൂട്ടി യോജിപ്പിച്ചു. ജാതി മത ഭേദമില്ലാതെ ഈ കൃതിയെ കേരളീയരെല്ലാം പുകഴ്ത്തി. അതിലെ സാഹിത്യരസം എല്ലാവരും ഒരുപോലെ ആസ്വദിക്കത്തക്കത് ആയിരുന്നു. മലയാള ഉള്ളിടത്തോളം കാലം ശ്രീയേശു വിജയം അഭിമാന വിഷയമായിരിക്കും. വിദേശ ഭാഷകളിലേക്ക് അത് വിവർത്തനം ചെയ്യപ്പെടണം. അന്ന് മാത്രമാണ് ഇതിൻ്റെ മഹത്വം നിഷ്പക്ഷമായിട്ട് വിലമതിക്കപ്പെടുന്നത്. ഈ ഗ്രന്ഥം വഴി ഗ്രന്ഥകാരൻ കത്തോലിക്ക പ്രവർത്തകനും അൽമായ പ്രേക്ഷിതനുമായി മാറി. വേദപുസ്തകം മുഴുവനും തിരുസഭാചരിത്രത്തിൻ്റെ ഒരു ഭാഗവും ശ്രീയേശു വിജയത്തിൽ ക്രോഡീകരിച്ചിട്ടുണ്ട്. കത്തോലിക്ക മതസിദ്ധാന്തങ്ങൾ എല്ലാം അതിൽ പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. അങ്ങനെ അതിമനോഹരമായിട്ട് അന്ന് 1936 അച്ഛൻ നടത്തിയ ജനപ്രസംഗമാണത്. അതൊരിക്കലും മരിക്കാതെ നിൽക്കുന്ന വാക്കുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അച്ഛൻ സംസാരിച്ചിട്ടുള്ളതെല്ലാം ആ തരത്തിലാണ്. അച്ഛൻ്റെ ആ ഒരു വാക്കിൻ്റെ അർത്ഥം നിരന്തരമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ അരുവി പോലെ ആണ് അച്ഛനെ നമ്മൾ വായിക്കുമ്പോഴും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, വർത്തമാന പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ അമേസിങ് ആയിട്ടുള്ള ലാംഗ്വേജിലാണ് അത് വിവർത്തനം ചെയ്തിരിക്കുന്നത്. അതൊക്കെ ഒരു മനുഷ്യൻ്റെ ദൈവം കൊടുത്ത ബുദ്ധിയുടെ മഹത്വം നമുക്ക് ഈ സഭ ഉള്ളിടത്തോളം കാലം ഓർത്തിരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. കാർഡിനൽ ടിസറൻ്റ് നാട്ടിൽ വന്നപ്പോൾ ഞാൻ സൂചിപ്പിച്ചല്ലോ, അദ്ദേഹത്തിൻ്റെ യാത്രകളിലും ഈ സഭയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നൽകുന്നതിലുമൊക്കെ പ്ലാസിഡച്ചൻ വലിയ സംഭാവനകൾ അന്ന് നൽകിയിട്ടുണ്ട്. നിലയ്ക്കൽ പള്ളി സന്ദർശിക്കാൻ പോകവേ
പമ്പാനദി മുറിച്ച് കടന്നപ്പോൾ ടിസറൻ്റ് തിരുമേനിയെ ലാസറച്ചൻ ഓർമ്മിപ്പിച്ചു. ഇതാണ് പമ്പാനദി. മാർത്തോമ നസ്രാണികൾക്ക് മുറിച്ചു കിടക്കാൻ പറ്റാത്ത ആഴമുള്ള നദി എന്ന് ലാസറച്ചന് വലിയ അർത്ഥാന്തരങ്ങളോടുകൂടി ആണല്ലോ അത് പറഞ്ഞത്. അത് ടിസറൻ്റ് തിരുമേനിക്ക് നല്ലവണ്ണം മനസ്സിലായി. ദിസ് ഈസ് പമ്പ റിവർ സോ ഡീപ്പ് ദാറ്റ് ദ തോമസ് ക്രിസ്ത്യൻസ് കനോട്ട് ക്രോസ് ഇറ്റ്. കാരണം നമ്മളുടെ സ്വാതന്ത്ര്യം അതിനുള്ളിൽ ചുരുക്കപ്പെട്ടിരുന്നുവെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ. അപ്പം അങ്ങനെ ടിസറൻ്റ് തിരുമേനിക്ക് ഇവിടുത്തെ കോണ്ടെക്സ്ച്വലായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം കൂടെ പറഞ്ഞ് ബോധ്യപ്പെട്ട് തിരുമേനിക്ക് പൗരസ്ത്യ സഭകളെക്കുറിച്ച് വലിയ താല്പര്യമുണ്ടായിരുന്നു. നമ്മളുടെ സഭയെക്കുറിച്ചും വലിയ താല്പര്യമുണ്ടായിരുന്നു. ടിസറൻ്റ് തിരുമേനി എഴുതിയ ക്രിസ്ത്യാനിറ്റി ഇൻ ഇന്ത്യ എന്ന പുസ്തകവും ലാസറച്ചൻ്റെ സെൻറ് തോമസ് ക്രിസ്ത്യൻസ് ഓഫ് ഇന്ത്യ എന്നതുപോലെ തന്നെയാണ്. ഈ ടിസറൻ്റ് തിരുമേനിയുടെ ഈ പുസ്തകത്തിലും ലാസറച്ചൻ്റെ ചിന്തകൾ ഉണ്ടായിരുന്നു എന്നത് ഉറപ്പാണല്ലോ. അങ്ങനെ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടേണ്ട വിശുദ്ധമായ ശ്ലൈഹിക പാരമ്പര്യത്തിൻ്റെ ദൈവാരാധനക്രമത്തിൻ്റെ എല്ലാം ഒരു വലിയ പ്രബോധകനായിട്ട് നമുക്ക് ഈ സഭയ്ക്ക് കിട്ടിയ ഒരു ഭാഗ്യമായിരുന്നു ലാസറച്ചന്. അതുകൊണ്ട് അച്ഛൻ്റെ ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ നിരന്തരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കണം. നമ്മളുടെ സഭയിൽ നോർത്ത് ഇന്ത്യൻ മിഷൻസ്, രൂപതകൾ, മേജർ സെമിനാരികൾ, സമർപ്പിത സമൂഹങ്ങളൊക്കെ വന്നതിൻ്റെ പിന്നിൽ, ഓൾ ഇന്ത്യ ജൂറിസ്ഡിക്ഷൻ കിട്ടിയതിൻ്റെ പിന്നിൽ, ഇന്ത്യക്ക് പുറത്തും നമുക്ക് മതപാലനപരമായ സംവിധാനങ്ങൾ, ഹൈറാർക്കിക്കൽ സെറ്റപ്പ് നൽകപ്പെട്ടതിൻ്റെ പിന്നിലുമെല്ലാം ലാസറച്ചനെ പോലെയുള്ള വ്യക്തികളുടെ നിരന്തരമായ പ്രാർത്ഥനയുടെയും പഠനത്തിൻ്റെയും ഫലമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അച്ഛന് നല്ല അറിവും നല്ല ഉറവിട ബോധ്യങ്ങളും ഉണ്ടായിരുന്നുകൊണ്ട് അച്ഛൻ്റെ എക്ലീസിയോളജിയും അച്ഛൻ്റെ കാനോനിക്കലായിട്ടുള്ള കാര്യങ്ങളിലും ഒന്നും ദർ ഇസ് നോ പൊളിറ്റിക്കൽ, നാഷണൽ ഓർ സോഷ്യോളജിക്കൽ ഓർ ഇൻഡിവിജ്വലിസ്റ്റിക് ഓവർ ടോൺസ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അച്ഛന് കാര്യം അറിയാം. അതുകൊണ്ട് അവിടെ ഒരു ഏങ്കോണിച്ച കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് കൊണ്ടുവരേണ്ട ഒരു കാര്യവുമില്ല. ഒരു ഓവർ ടോണും ഇല്ലാത്ത രീതിയിലാണ് നിഷ്പക്ഷമായിട്ട് ഉറവിടങ്ങൾ എന്താണെന്നും നമ്മളുടെ സെൻറ് തോമസ് ക്രിസ്ത്യൻ ട്രഡീഷൻ എന്താണെന്നുമൊക്കെ അച്ഛൻ പറഞ്ഞതും പഠിപ്പിച്ചതുമെല്ലാം. അതുകൊണ്ട് നമുക്ക് തനിമയുള്ള നിലപാടുകൾ കണ്ടെത്താനും അച്ഛൻ്റെ ദൈവശാസ്ത്രപരമായ കാനോനികമായിട്ടുള്ള കാഴ്ചപ്പാടുകളുടെ മികവ് അറിയാനുമൊക്കെ നമുക്ക് സാധിക്കണം. അച്ഛൻ പരിശുദ്ധ സിംഹാസനത്തിനും പരിശുദ്ധ പിതാക്കന്മാർക്കുമൊക്കെ കൊടുത്തിട്ടുള്ള കത്തുകളുടെയൊക്കെ കാര്യങ്ങൾ നമ്മുടെ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. സർവ്വമലബാർ സഭയുടെ റീത്ത് പുനഃസ്ഥാപിക്കണം. സർവ്വമലബാർ സഭയിലെ വൈദികർക്ക് പഠിക്കുവാൻ കൂടുതൽ സെമിനാരികൾ വേണം. സർവ്വമലബാർ സഭയുടെ ശുശ്രൂഷ അധികാര സീമ വ്യാപിപ്പിക്കണം. ഈ സഭയുടെ മിഷൻ മേഖലകൾ കൂടുതൽ കണ്ടെത്തണം. ലാറ്റിൻ സമർപ്പിത സമൂഹങ്ങളിൽ സർവ്വമലബാർ പ്രോവിൻസുകൾ രൂപീകരിക്കണം. കാരണം നമ്മുടെ ധാരാളം വൈദികരും സമർപ്പിതരും അവിടെ ഉണ്ടായിരുന്നു. സർവ്വമലബാർ സഭയിൽ സമർപ്പിത സമൂഹങ്ങളും ഇൻസ്റ്റിറ്റ്യൂട്ട്സും കൂടുതലായിട്ട് ഉണ്ടാകണം. അങ്ങനെ വലിയ കാഴ്ചപ്പാടുകൾ നമ്മുടെ സഭയുടെ ക്ലോയിസ്റ്റേഡ് കോൺവെൻറ്റ്സ്, അതുപോലുള്ള അച്ഛൻ സാങ്കേതിക വിദ്യകളുടെ ആവശ്യത്തെക്കുറിച്ച് പോലും ക്ലാസ്സിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതൽ നമ്മൾ വെറും സ്ഥാപനങ്ങൾ അല്ല കൊണ്ടുവരേണ്ടത്. നമ്മൾ വരും കാലങ്ങളിൽ ഹൈടെക് യുഗമാണ് വരുന്നത്. അവിടെ സാങ്കേതിക വിദ്യയിലേക്ക് നമ്മൾ കൂടുതൽ കടക്കണമെന്നുള്ള കാഴ്ചപ്പാടും അച്ഛൻ നമുക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ വലിയ സമർപ്പിത ആചാര്യൻ്റെ മരണത്തിൻ്റെ 40
വർഷങ്ങൾ എത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ അച്ഛനെ നമ്മൾ ഓർക്കുമ്പോൾ, അച്ഛനെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം, അച്ഛൻ വലിയൊരു ഇൻ്റലക്ച്വൽ ബ്രിഡ്ജായിരുന്നു. ലത്തീൻ സഭയോടും ഗ്രീക്ക് സഭകളോടും മലങ്കര സഭയോടും ഈ സഭയുടെ 1599 പ്രതിസന്ധിക്ക് ശേഷം ഉടലെടുത്ത മറ്റ് സഭകളോടുമെല്ലാം പ്ലാസിഡച്ചന് നല്ല ബന്ധമുണ്ടായിരുന്നു. എല്ലാവരോടും അച്ഛൻ ബ്രിഡ്ജാണ് പണിതത്. അതുകൊണ്ട് അച്ഛൻ വലിയൊരു എക്യുമേനിക്കൽ ട്രഷറി ആയിട്ട് നിൽക്കുന്ന ആളാണ്. നമുക്ക് ഭാരതത്തിലെ ഏത് ക്രൈസ്തവ സമൂഹവും അവരുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് പഠിക്കുമ്പോൾ പ്ലാസിഡച്ചനെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അച്ഛനെക്കുറിച്ച് പഠിക്കാതെ മുമ്പോട്ട് പോകാനായിട്ട് പറ്റുകയില്ല. അത്രമാത്രം ഈ സഭകളുടെ എല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഈ സഭകൾക്കെല്ലാം നല്ലൊരു ഓറിയൻ്റൽ അവബോധം നൽകാനായിട്ട് ഈ ഈസ്റ്റ് സിറിയക് ട്രഡീഷൻ്റെ മഹത്വം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ട്. അത് നമ്മളുടെ വരുംകാലങ്ങളിൽ നമ്മുടെ സഭയുടെ ഐഡൻറ്റിറ്റി കണ്ടെത്തി നമ്മൾ ധാരാളം അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. നിരവധിയായ പണ്ഡിതന്മാരും പിതാക്കന്മാരും എല്ലാം പ്ലാസിഡച്ചൻ്റെ പിറകിലും പ്ലാസിഡച്ചനോട് കൂടിയും ഒക്കെ വന്ന് പ്രവർത്തിച്ച കാര്യമെല്ലാം നമുക്കറിയാമല്ലോ. പ്ലാസിഡച്ചൻ കേവലം ഒരു ഒറ്റപ്പെട്ട വ്യക്തിയായിട്ട് അങ്ങനെ വന്നയാളല്ല. പ്ലാസിഡച്ചന് നമ്മളുടെ സഭയിലെ പറയമാക്കൽ തൊമ്മക്കത്തനാർ, നിധീരിക്കൽ മണിയച്ചന്, തൊമ്മക്കത്തനാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന കരിയാറ്റിൽ മെത്രാപ്പൊലീത്ത, അങ്ങനെയുള്ള വലിയ പണ്ഡിതന്മാരുടെ ആ കാലഘട്ടത്തിലെ അൽമായരുടെയൊക്കെ ആ ഒരു ട്രഡീഷൻ കണ്ടെത്തുകയും അതിലൂടെ യാത്ര ചെയ്ത് ഞാൻ ആദ്യം പറഞ്ഞ ആ ഹൈവേയിലൂടെയെല്ലാം കടന്നു വന്നയാളാണ്. പ്ലാസിഡച്ചനൊരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ആളല്ല. പ്ലാസിഡച്ചനൊരു വലിയ റിവറാണ്. അതുകൊണ്ട് അച്ഛനെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ സഭയിലെ ആരംഭകാലം മുതലുള്ള പിതാക്കന്മാരുടെയും അവരുടെ സംഭാവനകളെയും ഈ സഭയുടെ അരമായ സുറിയാനി ഭാഷയുടെ മികവിനെയും ഒക്കെ കണ്ടെത്താനും കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും. ഞാനെൻ്റെ ചിന്തകൾ അവസാനിപ്പിക്കുകയാണ്. CMI സൂപ്പീരിയർ ജനറലും പ്രൊവിൻഷ്യൽ അച്ഛന്മാരുമൊക്കെ പ്ലാസിഡച്ചൻ്റെ കാര്യത്തിൽ കൂടുതൽ താല്പര്യം കാണുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പ്ലാസിഡച്ചനിലേക്കൊരു കൺവേർജൻസ് എല്ലാ ഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. അതാണ് വാസ്തവത്തിൽ വേണ്ടതും. അപ്പോഴാണ് പ്ലാസിഡച്ചൻ ആരായിരുന്നു എന്നത് നമുക്ക് ശരിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെയുള്ള അനുസ്മരണ ദിനങ്ങളും അല്ലെങ്കിൽ അച്ഛൻ്റെ പേരിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സും അച്ഛൻ്റെ പേരിലുള്ള ലെക്ചേഴ്സും സിമ്പോസിയങ്ങളുമൊക്കെ ധാരാളം നമ്മൾ നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു നല്ല കൺവേർജൻസിലേക്ക് വരുന്നുണ്ട്. അത് നമ്മുടെ സഭയുടെ ഏറ്റവും ആധികാരികമായിട്ടുള്ള ഐക്യത്തിൻ്റെ ഒരു കാരണമായിട്ട് മാറുകയും ചെയ്യും. അച്ഛനെ നമുക്ക് കൂടുതൽ പഠിക്കാം, അച്ഛൻ്റെ പുസ്തകങ്ങൾ നമുക്ക് കൂടുതലായിട്ട് വായിക്കാം. അച്ഛനെ നമുക്ക് നൽകിയ CMI സമർപ്പിത സമൂഹത്തെ നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യാം. എല്ലാവരും